ഇപ്പോൾ ദില്ലിയിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. നമുക്കതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് പോകാം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നായിരുന്നു പാക് പ്രകോപനം. കഴിഞ്ഞ 2 ദിവസവും രാജ്യത്താകമാനം മോക്ക് ഡ്രില്ലുകൾ അരങ്ങേറിയതാണ്. ഇപ്പോൾ നിലവിൽ ദില്ലിയിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ രോഹിണി, ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകൾ നടന്നിരുന്നു. അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്ത് 3 മണി മുതൽ 3:30 വരെയുള്ള സമയങ്ങളിലായാണ് മോക്ക് ഡ്രില്ലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ാണ് ഭീകരശക്തികൾ പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടത്താറുള്ളത്. അതിനാൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീകരാക്രമണമോ അതല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഇപ്പോൾ അതിർത്തികളിൽ ആകാശമാർഗവും അതോടൊപ്പം തന്നെ കരമാർഗവുമുള്ള വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പ്രഖ്യാപിത യുദ്ധത്തിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യത്തെ സാധാരണ ജനങ്ങൾ അത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടത് എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകളുടെ ഉദ്ദേശം എന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശപ്രകാരമാണ് വിവിധ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചത്. കെട്ടിടങ്ങളിലേക്കൊക്കെ വലിയ ആക്രമണം ഉണ്ടായാൽ, ഒരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടണം, അതോടൊപ്പം തന്നെ ഭീകരാക്രമണങ്ങളിലോ യുദ്ധങ്ങളിലോ കൂട്ടത്തോടെ ആളുകൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ ആ പരിക്കേറ്റവരെ എങ്ങനെയാണ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ടത്, ജലമാർഗവുമൊക്കെ എങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ സാമാന്യമായ ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഈ സമയത്ത് മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. രോഹിണി. ശരി ഗൗതം.